ഫുൾ ബൊഫേ ബ്രേക്ക്ഫാസ്റ്റ് ആയിരുന്നു. എല്ലാം നല്ല സ്പ്രെഡായിരുന്നു. എല്ലാവരും എൻജോയ് ചെയ്ത് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു. വളരെ നല്ല സ്പ്രെഡായിരുന്നു. നമ്മുടെ ട്രഡീഷണൽ ആയിട്ടുള്ള ഇഡ്ഡലി, സാമ്പാർ, അപ്പം എല്ലാം ഉണ്ടായിരുന്നു. ഒപ്പം ചിക്കനും സ്റ്റൂവും എല്ലാം, ഡെസേർട്ട്സും ജ്യൂസും, ഹെൽത്തി ആയിട്ടുള്ളവർക്ക് മുട്ടയും, അങ്ങനെ എല്ലാ ഓപ്ഷൻസും ഉണ്ടായിരുന്നു. നല്ല ആമ്പിൾ സ്പേസ് ഉണ്ടായിരുന്നു. എല്ലാവർക്കും ഇരുന്ന് തന്നെ കഴിക്കാൻ പറ്റുന്ന നല്ല വെൽ ഓർഗനൈസ്ഡ് ആയിട്ടുള്ള പ്രോഗ്രാമായിരുന്നു റോയൽ എൻഫീൽഡ് ചെയ്തിരിക്കുന്നത്. അപ്പം ഈ റമദയിൽ എല്ലാ സ്റ്റോറിൽ നിന്നുള്ളവരും വന്നിട്ടുണ്ട്. സെൻറ്റ് മേരീസ്, തൃശ്ശൂർ, തിരുവല്ല, കോട്ടയം എല്ലാ ഭാഗത്തു നിന്ന് പ്രോഗ്രാം ആരംഭിച്ചിരിക്കുന്നു. പല പല കാര്യപരിപാടികളും ഓരോരുത്തരും അവരുടെ എക്സ്പീരിയൻസ് എല്ലാം ഷെയർ ചെയ്ത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള പ്രോഗ്രാമാണ് നടന്നത്. ഒപ്പം ഒത്തിരി കലാപരിപാടികളും കായിക പരിപാടികളും എല്ലാം ചെയ്തിട്ടുണ്ടായിരുന്നു. ഓരോരുത്തരും അവരുടെ എക്സ്പീരിയൻസ് ഷെയർ ചെയ്യുന്നതിനൊപ്പം തന്നെ അതിൻ്റെ കൂടെ തന്നെ കായികപരമായിട്ട് വടംവലി അങ്ങനെയുള്ള കാര്യങ്ങൾ, പിന്നെ ഒരു ഫോട്ടോഷൂട്ട് ഉണ്ടായിരുന്നു. അതിന് വേണ്ടി മാത്രം നമ്മൾ പൂൾ സൈഡിൽ പോയി. അല്ലാതെ നമുക്ക് പൂൾ സൈഡ് ആക്സസ് ഇല്ലായിരുന്നു. കാരണം അവിടെ വേറെയും ഗസ്റ്റുകളും മറ്റും ഉണ്ടായിരുന്നു. അവർക്കൊന്നും ശല്യമാവില്ല. കാരണം നമ്മുടെ ഒരു വലിയ ക്രൗഡാണ്. അപ്പോൾ അവിടെ ഒരു വലിയൊരു ഫോട്ടോ ഏരിയ നമ്മൾ ഫോട്ടോസിന് വേണ്ടിയിട്ട് അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മൾ വളരെ ക്വിക്കായിട്ട് തന്നെ അവിടെ പോയി ആ ഫോട്ടോ എടുത്തു. ആ ഫോട്ടോയും ഞാൻ ഇതിനൊപ്പം ആഡ് ചെയ്യാം ലാസ്റ്റിൽ. ഫോട്ടോ സെഷൻ കഴിഞ്ഞ് നമ്മൾ സ്റ്റേജിലോട്ട് വന്നു. അവിടെ ഒരു പ്ലാങ് ചലഞ്ചായിരുന്നു. അതിൽ കുറച്ച് പേര് പാർട്ടിസിപ്പേറ്റ് ചെയ്ത്. ഒരു ലേഡിയും ഉണ്ടായിരുന്നു. അതൊരു ഹൈലൈറ്റ് ആയിരുന്നു. പുള്ളിക്കാരി വോളണ്ടറി ആയിട്ട് വന്നു. നല്ല ഇൻട്രസ്റ്റിംഗ് ആണ്. ഇത് മാത്രമല്ല, അത് കഴിഞ്ഞപ്പോൾ വടംവലി ഉണ്ടായിരുന്നു. വടംവലി വളരെ ഫണ്ണും എൻ്റർടൈനിങ് ആയിരുന്നു. നമ്മുടെ ഒരു റോയൽ എൻഫീൽഡ് ബ്രദർഹുഡിൻ്റെ ഒരു ഭയങ്കര എക്സാമ്പിളായിരുന്നു. എല്ലാവരും ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തു. ബാക്കി പാർട്ടിസിപ്പേറ്റ് ചെയ്തവരോ എല്ലാവരെയും ചേർപ്പൊക്കെ ചെയ്ത് വളരെ എൻ്റർടൈൻമെൻ്റ് ആയിട്ടായിരുന്നു ആ വടംവലി കണ്ടക്ട് ചെയ്തത്. വെൽ ഓർഗനൈസ്ഡും ആയിരുന്നു. ഒരു ഫൺ ഫാക്ടറായിരുന്നു. നമ്മൾ വടംവലി എപ്പോഴും നമ്മുടെ കേരളത്തിൻ്റെ ഒരു വികാരമല്ലായിരുന്നു. ഒരു സർപ്രൈസ് എലമെൻ്റ് ആയിട്ടായിരുന്നു അവർ വടംവലി കൊണ്ടുവന്നത്. നമുക്കെല്ലാം ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു. ഒപ്പം ആ ഒരു സർപ്രൈസ് തന്നെ അവർ നിലനിർത്തി. മൊത്തത്തിൽ ഒരു അടിപൊളി പ്രോഗ്രാമായിരുന്നു. പിന്നെ അവിടുന്ന് പെരുമ്പളം പാലത്തിൻ്റെ ഒരു വ്യൂ നമുക്ക് കാണാമായിരുന്നു. പോകണമെന്നൊക്കെ ആഗ്രഹം ഉണ്ടായിരുന്നു. ചൂട് കാരണം നമ്മളത് ഉപേക്ഷിച്ചു. താങ്ക് യു വെരി മച്ച്.